ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. കേസിലെ എഫ്ഐആർ വിജിലൻസ് എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. ബാർക്കോഴ കേസിൽ കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കിയ സർക്കാർ നടപടിക്ക് തിരിച്ചടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കെ ബാബുവിനെതിരെ എറണാകുളം വിജിലൻസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും തെളിവില്ലെന്ന് പറഞ്ഞ് നേരത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് വിജിലൻസ് ഡയറക്ടർ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണം. വിജിലൻസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കുകയും വേണം. ലളിതകുമാരി കേസിലെ വിധി പ്രകാരം എന്തുകൊണ്ടാണ് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചു. കേസിൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് 6 മാസം വൈകിയതെന്നും കോടതി ചോദിച്ചു. എന്നാൽ ബാറുകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ടായിരുന്നതിനാലാണ് കാലതാമസം ഉണ്ടായതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട വിശദമായ സത്യവാങ്മൂലം ഒരാഴ്ചക്കകം സമർപ്പിക്കാനും വിജിലൻസ് ഡയറക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബാർക്കോഴ കേസ് CBI അന്വേഷിക്കണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കേസ് ഈ മാസം 20-ന് വീണ്ടും പരിഗണിക്കും. മീഡിയ 1 കൊച്ചി. കോടതി പരാമർശം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് കെ ബാബു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ആരാഞ്ഞാൽ എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാധ്യമധർമ്മമോ എന്നാണ് ബാബുവിന്റെ പോസ്റ്റ്. ഈ വിഷയത്തിലാണ് ചർച്ച. കോൺഗ്രസ് നേതാവ് ശ്രീ T. സിദ്ദിഖ് കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസും കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു തിരുവനന്തപുരത്ത്, നിയമവിദഗ്ധൻ ശ്രീ MR രാജേന്ദ്രൻ നായർ കൊച്ചി സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ T. സിദ്ദിഖ്, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ എന്തുകൊണ്ടാണ് കെ ബാബുവിനും സർക്കാരിനാകെ തന്നെയുമുള്ള തിരിച്ചടിയല്ല എന്ന് കോൺഗ്രസ് പറയുന്നത്? നിങ്ങൾ ഇന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യവും FIR ഇടണം എന്നുള്ളതായിരിക്കുന്ന പരാമർശവും ശുദ്ധ അസംബന്ധവും കള്ളവും ഈ കേസിൽ പ്രത്യേക താല്പര്യത്തോടു കൂടി നടക്കുന്നതായ മാധ്യമ വിചാരണയുമാണ് എന്ന് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആ വിധിയിൽ അങ്ങനെ ഒരു പരാമർശമില്ല. ഓപ്പൺ കോർട്ടിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. ആദ്യമായി അത് സൂചിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ 164 സ്റ്റേറ്റ്മെന്റ് വന്നു. ആ 164 സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ആ 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ കെ ബാബുവിന് പണം കൊടുത്തു എന്നുള്ളതായിരിക്കുന്ന പറഞ്ഞതനുസരിച്ച് മറ്റുള്ള ഇടത്ത് കൊണ്ടുപോയി പണം കൊടുത്തു എന്നുള്ളതായിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസിന്റെ ഒരു എൻക്വയറി ടീം കണ്ടക്ട് ചെയ്തുകൊണ്ട് എൻക്വയറി നടത്തി. ആ റിപ്പോർട്ടിൽ നിരവധി സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ ശ്രീ ബിജു രമേശിനെ വിസ്തരിച്ചു. ബിജു രമേശിന്റെ സാക്ഷികളായി വന്നിട്ടുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്ന അവരെ വിസ്തരിച്ചു. ഇതെല്ലാം എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വിജിലൻസ് എടുത്തു. ആ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും അടിസ്ഥാനത്തിൽ അതിൽ ഒരു കഴമ്പുമില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ കഴമ്പില്ല എന്ന് ബോധ്യപ്പെടാൻ കാരണമുണ്ട്. ഒന്ന്, എന്നാണ് പണം കൊടുത്തത്? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാണ് പണം കൊടുത്തത്? അതിൽ മുഹമ്മദ് റസീഫ് എന്ന് പറയുന്ന ശ്രീ ബിജു രാധാകൃഷ്ണന്റെ കൂടെ പണം കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് മെയ് മാസം എന്നാണ്. ബിജു രമേശ് പറയുന്നത് ഏപ്രിൽ മാസം എന്നാണ്. ഇതിൽ ഏത് ദിവസം എന്ന് ആരും പറയുന്നില്ല. ഞാൻ പല ചർച്ചകളിലും ബിജു രമേശിനോട് ചോദിച്ചപ്പോൾ ബിജു രമേശ് പറയുന്നത് അത് ഒരു ടവർ ലൊക്കേഷന്റെ കീഴിൽ ഞങ്ങളെല്ലാവരും എന്നാണ് വരുന്നത് ആ ദിവസമാണെന്നാ. അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? ഒരു വർഷം കഴിഞ്ഞാൽ ഈ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടൂല എന്ന് ബിജു രമേശിന് തന്നെ അറിയാം. ഇത് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റഡ് ആണ്. ആ മാനിപ്പുലേഷൻ വ്യത്യസ്തമായിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് ഒരു കാരണവശാലും ഒരു തെളിവുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോയി, വിജിലൻസ് മുന്നോട്ട് പോയി. ആ കാര്യമാണ് ഇന്ന് കോടതി ചോദിച്ചിട്ടുള്ളത്. ആ കോടതി ചോദിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ആ കോടതി വിധി എന്താണെന്നറിയോ? കോടതി വിധി 2 പാരഗ്രാഫാണ്. ആദ്യത്തെ പാർട്ടിൽ ഇതിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഈ എൻക്വയറി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എൻക്വയറി റിപ്പോർട്ട് തള്ളണം എന്നുള്ളതായ ഹർജിക്കാരന്റെ വാദവുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചു, കോടതിയിൽ വിജിലൻസ് കോടതി കൊടുത്തോ എന്നതടക്കമുള്ളതായിരിക്കുന്ന പരാമർശങ്ങൾ. അപ്പോൾ AG പറഞ്ഞതായിരിക്കുന്ന കാര്യമുണ്ട്. പല കോടതികളിൽ കേസ് നടക്കുന്നു, അതിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞു. കേസ് 20-ാം തീയതിക്ക് പോസ്റ്റും ചെയ്തു. ഈ നടന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായാണ്. FIR എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ള പരാമർശമടക്കം നടത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഈ പ്രചാരവേല
അതുകൊണ്ടൊന്നും തന്നെ സത്യം മൂടി വെക്കാൻ സാധിക്കില്ല. സത്യം നാളെ എന്തായാലും തെളിയപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം.ആർ. രാജേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് എം.ആർ. രാജേന്ദ്രൻ നായർ, FIR ഇടാത്തത് എന്തുകൊണ്ട്? പ്രാഥമിക പരിശോധന നടത്തിയിട്ടും അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? അതിൻ്റെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സമർപ്പിക്കാത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. അത് അന്വേഷണങ്ങളായി ആരാഞ്ഞതാണ്. ഇന്ന് ഇതിൻ്റെ തുടർ നടപടികൾ എന്ന നിലക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന സംഗതികൾ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് നിഷ്കളങ്കമായി ചോദിച്ചതാണ് എന്നൊക്കെ വാദിക്കാം. അതുതന്നെയാണ് ബാബു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും പറയുന്നത്. കോടതി പരാമർശങ്ങൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ആരാഞ്ഞാൽ അത് FIR ഇല്ലെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാകുമോ എന്ന് മാത്രമേ ബാബുവും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സിദ്ദിഖിനോ ബാബുവിനോ സംശയമില്ല. ഇത് തങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ തനിക്കെതിരായിട്ടുള്ള ആക്ഷേപമല്ല ഈ കേസിൽ എന്ന് നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ആശ്വസിക്കാൻ ബാബുവിന് വക നൽകുന്നതാണോ? ഈ കാര്യത്തിൽ പ്രധാനമായിട്ടൊരു നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് പോസിബിളായിട്ട് പ്രതിക്ക് അവസാനമുള്ള ചില ന്യായവാദങ്ങൾ നിരത്തി അങ്ങനെ തെളിവില്ല എന്ന് വാദിച്ചോ സമർത്ഥിച്ചോ ഒന്നും തീർക്കേണ്ട ഒരു വിഷയമല്ല. ഇവിടെ ആദ്യത്തെ പ്രശ്നം, ബാബു മന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം പോലീസിന് കോടതിയുടെ അനുമതി കൂടാതെ അന്വേഷിക്കാവുന്ന ഒരു കുറ്റകൃത്യം വെളിവാക്കുന്നുണ്ടോ, അതൊരു കോഗ്നൈസബിൾ ഒഫൻസ് വെളിവാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യമായി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനാണ് പെട്ടെന്നൊന്ന് വെരിഫൈ ചെയ്യണം. ഈ ലളിതാകുമാരി കേസിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസ്, അതായത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് എന്ന് അസ്യൂം ചെയ്താൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ FIR ഇട്ട് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കോടതി അലക്ഷ്യത്തിന് വരെ നടപടി നേരിടേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ കേസിൽ മാത്രമല്ല, 154 വകുപ്പ് അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് എല്ലാ കേസിലും കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ ഒരു പരാമർശമാണ്. ഇവിടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അടക്കം പരാതിക്കാരൻ്റെ മൊഴി ഉണ്ട്. മറ്റ് സാഹചര്യങ്ങളും പ്രിലിമിനറി എൻക്വയറിയിൽ വിജിലൻസിന് കിട്ടുകയാണ്. ഇതെല്ലാം വെച്ചിട്ട് എന്താണ് അവരുടെ നിഗമനം? അവർ കോടതിയിൽ അത് പറഞ്ഞില്ലയോ? ഈ ചോദ്യം ഹൈക്കോടതി ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഈ പ്രതിക്ക് ഉള്ള തർക്കങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ട് ഇത് അവസാനം നിലനിൽക്കില്ല എന്ന് തീരുമാനിച്ചിട്ടല്ല ഒരു അന്വേഷണം നടത്തുക. അന്വേഷണം നടത്തി FIR ഇട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാലും വേണ്ടത്ര തെളിവില്ലെങ്കിൽ റെഫർ റിപ്പോർട്ട് എന്ന് പറയും ഞങ്ങൾ നിയമത്തിൽ. ഇതിനകത്ത് തെളിവൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാം. അങ്ങനെയല്ലേ കൊടുത്ത് ശ്രീ മാണിക്ക് എതിരായിട്ട് റെഫർ റിപ്പോർട്ട് കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിലെ ബാർ മുതലാളിമാരുടെ വക്കീലന്മാരിൽ നിന്ന് ഉപദേശമൊക്കെ വാങ്ങിച്ച് കൊടുത്തില്ലേ? അതിൻ്റെ പിക്ചർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അന്വേഷണങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനും ഗവൺമെൻറ്റിനെ രക്ഷിക്കാനുമുള്ള ബാധ്യത വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ കോടതികൾ പരാമർശിച്ച പോലെ കൂട്ടിലിട്ട തത്ത എന്നുള്ള നിലയിൽ ചെയ്യും എന്ന് ഈ വേദി ഞാൻ പലപ്പോഴും പറഞ്ഞാണ്. ബാബു കുറ്റം ചെയ്തോ ബാബു കുറ്റം ചെയ്തില്ലയോ എന്നുള്ളത് എനിക്ക് പരാമർശ വിഷയമല്ല. തീർച്ചയായും അത് നമ്മളിപ്പോൾ പറയേണ്ടുന്ന വസ്തുതയല്ല. പക്ഷേ എനിക്ക് ഒന്നുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈ കേസിലെ പ്രാഥമികമായ പരിശോധന നടത്തി FIR ഇടുക എന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അത് കഴിഞ്ഞ് റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുക എന്നതും സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി നടക്കേണ്ടുന്ന സാധാരണമായ ആ കാര്യം ചെയ്യാത്തത് നിങ്ങളുടെ വീഴ്ചയാണ് എന്ന വിമർശം അതിലടങ്ങിയിട്ടില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്ക് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയില്ല, അത് വിമർശമല്ല എന്നാണ് ടി സിദ്ദിഖ് വാദിക്കുന്നത്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് സ്വാഭാവികമായി നിയമപരമായി സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട നടപടിക്രമം ശരിയായി പാലിച്ചില്ല. നിയമവാഴ്ച ഇവിടെ നടക്കുന്നില്ല. നിയമം ലംഘിച്ചിരിക്കുന്നു. നിയമം എന്ന സുപ്രീം കോടതി പറഞ്ഞതാണ് നിയമം.
ആ നിയമത്തെ ലംഘിക്കുന്നത് നിയമവാഴ്ചയ്ക്കെതിരാണ്. ഇത് ബാബുവിനെതിരെ FIR ഇട്ട് അന്വേഷണം വന്നാൽ ബാബുവിനെതിരെ മാത്രം നിൽക്കില്ല എന്നുള്ള വസ്തുത എല്ലാവരും ഓർക്കണം. ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ക്യാബിനറ്റിലെ ഒരു മന്ത്രി മാത്രമാണ് ബാബു. ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ ബാർ ലൈസൻസിന് 30 ലക്ഷം എന്ന് പറയാനും കുറഞ്ഞ അവസാനം 23 ലക്ഷമോ 25 ലക്ഷമോ ആക്കാനൊന്നും സാധിക്കില്ല. ഇത് ക്യാബിനറ്റിന് മൊത്തം ഉത്തരവാദിത്തമുണ്ട്. അതിന് അധ്യക്ഷത വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അന്വേഷണം ബാബുവിനെതിരെ ശരിയായ രീതിയിൽ അന്വേഷണം നടന്നാൽ അത് ചെന്നെത്തുന്നത് ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയിലും എല്ലാം മൊത്തം മന്ത്രിമാരിലുമാണ്. ഇവിടെ ഓരോരുത്തരും ഈ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പ് അവരുടെ തറവാട് മുതലാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല. നിയമം ഭരണഘടന അങ്ങനെയല്ല അനുശാസിക്കുന്നത്. ഇവിടെ KM മാണി രാജിവെക്കേണ്ടി വന്നെങ്കിലും ഒപ്പം വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു, ഇത്രയൊക്കെ തന്നെയാണ് KM മാണിയുടെ കാര്യത്തിലും നടന്നത്. അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് വീട്ടിലിരിക്കുകയാണ്. കെ ബാബുവിന് മുന്നിലെത്തുമ്പോൾ മാത്രം കാര്യങ്ങൾക്ക് ഇതൊന്നും അങ്ങനെയല്ല എന്ന മട്ടിൽ അദ്ദേഹം പിടിച്ചങ്ങ് നിൽക്കുകയാണ്. ഇരട്ട നീതി എന്നൊരു വിമർശം കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് കേരള ജനതയ്ക്ക് മുന്നിലുണ്ട്. അതിന്റെ തെളിവായി കാണണോ ഇന്നത്തെ സംഭവ വികാസങ്ങളെ? അല്ല, ഇവിടെ ഇവിടെ ശ്രീ സിദ്ദിഖ് പറഞ്ഞതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്ന് ചില ഹർജികൾ ഹൈക്കോടതി മുമ്പിൽ വന്നു. ആ ഹർജിക്കകത്ത് ഹർജി കൊടുത്തിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ബാബുവിൻ്റെ കേസിൽ ബാബുവിനെതിരെ വലിയ ആരോപണങ്ങളും ചില ഹർജിയിലൊക്കെ ഉന്നയിച്ചുകൊണ്ട് വന്നു. അത് വെച്ചുകൊണ്ട് കോടതി ചോദിച്ചു, നിങ്ങൾ ഇനി ഈ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയോ? ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട് പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും നാൾ എന്ത് വെച്ചുകൊണ്ടിരുന്നു? നിങ്ങളിത് FIR ഇട്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു, ഇട്ടില്ല എന്നും പറയുന്നു. ഏതായാലും ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ FIR ഇട്ടൊന്ന് ചോദിച്ചാൽ ഉടനെ അതൊരു വലിയ അപരാധമാണ്, ബാബുവിനെതിരെ എന്തോ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇതിവിടെ ഒരു കാര്യം ശരിയാണ്, ഈ വിജിലൻസ് മാനുവൽ അനുസരിച്ച് ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ക്വിക്ക് വെരിഫിക്കേഷന് ആദ്യം നടത്തണമായിരുന്നു. ബാബുവിൻ്റെ കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്നുള്ളൊരു അപാകത ഉണ്ടായിരുന്നത് തൃശ്ശൂർ വിജിലൻസ് കോടതി തന്നെ തിരുത്തി. ആ വിജിലൻസ് കോടതി നിർദ്ദേശാനുസരണം ഇപ്പോൾ എറണാകുളം റേഞ്ച് വിജിലൻസ് SP ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനുവരി 23 ആ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടണമോ വേണ്ടയോ എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ആ അന്വേഷണ ഉദ്യോഗസ്ഥ കോടതിയിൽ കൊടുക്കും. ആ കോടതിക്ക് വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിഗമനങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഉത്തരവിടാം. അത് സ്വീകരിക്കുകയും ചെയ്യാം, തള്ളിക്കളയുകയും ചെയ്യാം. ഇത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതായി പറയപ്പെടുന്നൊരു ചോദ്യം ഒരിക്കലും അങ്ങനെ ചോദിക്കാനില്ല. കാരണം നിങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തോ? ഈ പ്രിലിമിനറി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ബാബുവിനെതിരെ ഒരു കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് വിജിലൻസ് കോടതിയിൽ നിലവിലില്ല. ഒരു FIR ഇട്ടെങ്കിൽ മാത്രമേ ആ ബാബുവിനെതിരെ ഒരു കേസ് കോടതിയുടെ മുമ്പിൽ വരികയുള്ളൂ. തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ ബാബുവിനെതിരെ ഒരു FIR ഇടാത്തിടത്തോളം കാലം ഈ കേസിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയെന്നുള്ളതിന്റെ പേരിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ശ്രീ ആന്റണി രാജു, കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ക്വിക്ക് വെരിഫിക്കേഷൻ അല്ലാതെയുള്ളൊരു പ്രാഥമിക പരിശോധന നിയമപരമായി വിജിലൻസിന്റെ മാനുവൽ അനുസരിച്ചുള്ളതല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക എന്നത് ഒരുപക്ഷെ അസംഭവ്യമായിരിക്കും, അല്ലെങ്കിൽ നടത്താൻ പറ്റാത്തതായിരിക്കും. അങ്ങനെ നിയമപരമായ കുഴപ്പമുണ്ടാവും. ഒരു പരിശോധനയും നടത്തിയിട്ടില്ല, നിയമപരമായിട്ട് ഏതെങ്കിലും വഴികളിലേക്ക് നീങ്ങിയിട്ടില്ല, അത് ചൂണ്ടിക്കാണിക്കുക എന്നതല്ലേ ഇന്ന് കോടതി ചെയ്തത്. നിങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക എന്ന വിമർശമല്ലേ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് KM മാണിക്കെതിരായിട്ടുള്ള കേസിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു, അതിൻ്റെ മറ്റു തുടർ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു, കെ ബാബുവിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാകാത്തത് എന്നത് നിയമപരമായി ഇരട്ട നീതിയാണ്, അല്ലെങ്കിൽ വഴിവിട്ടുള്ള പ്രവർത്തനമാണ് എന്നത് കോടതിക്ക് കൂടെ വ്യക്തമായി എന്നതല്ലേ ഇന്നത്തെ ചോദ്യത്തിന് അർത്ഥം? അല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഈ കേസ് വരുമ്പോൾ അവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞു, QV ഇട്ട് കഴിഞ്ഞു, QV നമ്പറും ഇട്ട് ആ QV അനുസരിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കോടതി എന്തുകൊണ്ട് നിങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല അല്ലെങ്കിൽ നേരത്തെ നടത്തിയില്ല എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരുമ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞു, ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ കോടതിയുടെ ഈ ചോദ്യങ്ങളൊന്നും തന്നെ ഈ ബാബുവിനെതിരായ ഒരു വലിയ വിധിയായിട്ടോ അല്ലെങ്കിൽ ബാബുവിനെതിരെ എന്തെങ്കിലും പരാമർശമായിട്ട് കണക്കാക്കേണ്ടതായില്ല. പക്ഷേ ഒരു കാര്യം വളരെ പ്രസക്തമാണ്, വിജിലൻസ് ഡയറക്ടർ ഒരാഴ്ച കഴിഞ്ഞ് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം
കോടതി പറയാൻ പോകുന്ന ഉത്തരവ്, പുറപ്പെടുവിക്കാൻ പോകുന്ന ഉത്തരവായിരിക്കും ഈ കേസിൽ വളരെ നിർണായകം. അതുപോലെ നിശാന്തിനി എന്ന് പറയുന്ന SP, വിജിലൻസ് SP തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ 23-ാം തീയതി കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടും ഈ കാര്യത്തിൽ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ ബാബുവിനെതിരെ ഒരു കാര്യമായ വിമർശനം ഒന്നും തന്നെ ഹൈക്കോടതി നടത്തിയതായിട്ട് നിയമത്തിൻ്റെ ബാലപാഠം അറിയുന്ന ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഇന്നത്തെ കോടതി നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. അത് ഗവൺമെൻറ്റിനോ മന്ത്രിക്കോ ഫെയർ ആയിട്ടുള്ളതല്ല. അവർക്ക് ഒരു തരത്തിലും അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലും സന്തോഷം തോന്നുന്ന രീതിയിലേക്കല്ല കോടതി നിരീക്ഷിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അത് വെറുതെ ന്യായീകരിക്കാൻ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിൽ ചില ചോദ്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ആ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ശ്രീ KM മാണിയുടേത് ഹിയർസേ എവിഡൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പണം കൊടുത്ത ആൾ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ തുക ഉൾപ്പെടെ പറയുന്ന സ്ഥിതിയുണ്ടായി. നേരിട്ട് കൈക്കൂലി കൊടുത്ത മൊഴി ബാർ ഉടമ ബിജു രമേശ് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഹിയർസേ ആയതിനോട് എടുത്ത ഒരു താല്പര്യവും ഇതിനോട് എടുത്തിട്ടുള്ള വേറെ താല്പര്യവും പൊതുവേ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരട്ട നീതിയാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ വളരെ കൃത്യമായി ക്വിക്ക് വെരിഫിക്കേഷനാണ് വിജിലൻസ് മാനുവലിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തിന് പ്രാഥമിക പരിശോധന ബാബുവിൻ്റെ കാര്യത്തിൽ വിജിലൻസ് മാനുവലിനകത്ത് പറയാത്തൊരു കാര്യം ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കും, അതിന് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പുറത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ ഒരാളുടെ കാര്യത്തിൽ നടത്തുന്നു, മറ്റൊരാളുടെ കാര്യത്തിൽ നടത്തുന്നില്ല. ഇത് ഒക്കെ തന്നെ വളരെ കൃത്യമായി വരുന്നു. ഈ സമയത്താണ് ഇവിടെ AGയെ പ്രൊട്ടക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ AG ഇന്ന് എടുത്തിട്ടുള്ള സമീപനം, AG അതിനോട് പറഞ്ഞിട്ടുള്ള കാരണം, അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ. കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കാത്തത് എന്നുള്ളതൊക്കെ AG പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. വളരെ കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ആ ഓഫീസിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആദ്യത്തേതല്ല ഈ കേസുമായി ബന്ധപ്പെട്ടത്. തുടർച്ചയായി കേരളത്തെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലേക്ക് AG ഓഫീസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ഗുരുതരമായ ആരോപണ തുല്യമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ജാമ്യം കിട്ടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസംഗത്തിലെ വീഡിയോ ക്ലിപ്പിംഗ് ഹാജരാക്കാത്തതുമായി കൂട്ടി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ പല കേസുകളിൽ ഇതുപോലെ AG ഓഫീസും അദ്ദേഹത്തെ പ്രതിദാനം ചെയ്യുന്ന ഓഫീസിൻ്റെ മറ്റ് വക്കീൽമാരും നേരത്തെയുള്ള ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും ഇല്ലാത്തത്ര ഇരട്ടിയിലധികം ആളുകളെ ഓഫീസിൽ നിയമിച്ച് അതുമായി ബന്ധപ്പെട്ട ദൂർത്തൊരു ഭാഗത്ത് ഇത്രയൊക്കെ ടൈം ബാറിൻ്റെ വിഷയങ്ങളായിട്ട് പോലും ഹൈക്കോടതിയിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് നോക്കിയാൽ കാണുന്ന എറണാകുളം പോലീസ് സ്റ്റേഷനിലൊരു ഫയൽ പോലും കൃത്യമായി എത്തിക്കാൻ AG's ഓഫീസിന് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനവും വന്നതാണ്. അപ്പോൾ ഇത്രയധികം ആളുകളെ നിയമിച്ചിട്ടും എഫിഷ്യൻ്റായി ഓഫീസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വിമർശനം ഒരു ഭാഗത്ത്. ഇപ്പുറത്ത് AG വളരെ കൃത്യമായി എടുക്കുന്ന നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന ചർച്ചയും നടക്കുന്നു. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് വളരെ കൃത്യമായി ശ്രീ KM മാണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുത്തിരുന്ന നിലപാട് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ KM മാണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രീ ഉമ്മൻചാണ്ടി എടുത്തിരുന്ന നിലപാട്. ആദ്യം KM മാണിയാണെങ്കിൽ അടുത്തത് ശ്രീ ബാബുവായിരിക്കും, അത് കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് ജനം ചർച്ച ചെയ്യുന്ന യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി സിദ്ദിഖ്, എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾക്ക് കുറെ കൂടെ വ്യക്തത ഉണ്ടാകുന്നത്. താങ്കൾ ഈ പറയുന്ന സംഗതികളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കോടതിക്കകത്ത് എന്നതാണല്ലോ താങ്കളുടെ വാദമുഖങ്ങളുടെ അടിസ്ഥാനം. അവിടെ നിന്നാണല്ലോ താങ്കൾ തുടങ്ങുന്നത്. എന്നാൽ അങ്ങനെയല്ല ബാബു പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് മുന്നിലുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു, വിത്തിൻ ക്വാട്സ്, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ആരാഞ്ഞാൽ എന്തുകൊണ്ട് FIR ഇല്ലെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാധ്യമധർമ്മമെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് എന്നതെങ്കിലും ബാബു സമ്മതിക്കുണ്ടല്ലോ. അത് സ്വാഭാവികമായും താങ്കൾക്കും സമ്മതിക്കേണ്ടി വരും. കോടതി ഇക്കാര്യം ആരാഞ്ഞിട്ടുണ്ട്. എന്ത് നടപടിയാണ് നിങ്ങൾ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തത് എന്നത് ആരാഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്. ആ ആരായലിന് AG നൽകിയിരിക്കുന്ന മറുപടി റിപ്പോർട്ട് സമർപ്പിക്കാത്തത് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റാത്തത് കൃത്യാന്തര ബാഹുല്യം കൊണ്ടാണെന്നാണ്. പണി ഒരുപാടുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ കോടതി നിങ്ങൾ ചെയ്യാത്തൊരു സംഗതിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നേരത്തെ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ പറഞ്ഞത് പ്രകാരം പോകേണ്ടുന്ന വഴിയിൽ നിന്നുള്ള വഴിമാറി നടപ്പാണ്. ആ വഴിമാറി നടപ്പിന് എന്താണ് കാരണം? ബാബുവിനെ സംരക്ഷിക്കുക എന്ന ദുഷ്ടലാക്കാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സർക്കാർ ആകെ തന്നെ താഴെ പോകും, ആകെ നാശമാകും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദുഷ്ടലാക്ക് വളരെ വളരെ വ്യക്തമാണ്. അതിനെ കോടതി നിസ്സാരമായി ഒരു ചോദ്യത്തിലൂടെയാണെങ്കിൽ പോലും നിങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖ്,
ഒന്ന് ഈ പ്രിയപ്പെട്ട സനീഷ് പറയുന്ന ഈ രൂക്ഷത കോടതി നടപടികളിൽ പങ്കെടുത്ത വക്കീലന്മാരും അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകന്മാരും ആരും പറയുന്നില്ല. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മാത്രമേ കിട്ടൂ. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, FIR എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗം ഇന്ന് കോടതി നടത്തിയിട്ടില്ല. കോടതി അങ്ങനെ പരാമർശം നടത്തിയില്ല. കെ ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു കെ ബാബുവിനെ രക്ഷിക്കാനുള്ള ദുഷ്ടലാക്കാണ് എന്ന് പറഞ്ഞു. കെ ബാബുവിനെയും മാണിസാറേയും രക്ഷിക്കാൻ ദുഷ്ടലാക്കൊന്നും വേണ്ട. ഇവിടെ ഈ ആരോപണം ഉന്നയിച്ചതായിരിക്കുന്ന ആളുകൾ പറഞ്ഞതായിരിക്കുന്ന മൊഴികൾ മാത്രം മതി. ഇവരുടെ ഞാൻ ചോദിക്കട്ടെ, രാജേന്ദ്രൻ നായർ ഇവിടെ ഉണ്ടല്ലോ, CPM-ന്റെ നേതാക്കന്മാരുണ്ടല്ലോ, ഒരൊറ്റ കാര്യം, എന്നാണ് കെ ബാബുവിന് പണം കൊടുത്തേ? ഞാൻ കുറെ ഡിബേറ്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ പറയണ്ടേ? 50 ലക്ഷം റുപ്യ ചെറിയ പൈസയാണോ? 164 സ്റ്റേറ്റ്മെന്റ്, 164 സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കണേ? ബാബു പറഞ്ഞതനുസരിച്ച് വിവിധ ഇടങ്ങളിൽ പോയി ഞങ്ങളുടെ ഭാരവാഹികൾ, ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ പോയി പണം കൊടുത്തു എന്നാ പറഞ്ഞത്. പിന്നെ പുറത്തു വന്നിട്ട് പത്രക്കാരോട് അദ്ദേഹം പറയുന്നു ബാബുവിന് നേരിട്ട് പണം കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പത്രത്തിൽ വന്നാണല്ലോ, നമ്മൾ ചർച്ച ചെയ്താണല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നു ഞാൻ ബാബുവിന്റെ ഓഫീസിൽ പണം കൊടുത്തു, വീട്ടിൽ പണം കൊടുത്തു, ബാബുവിന്റെ ഓഫീസിൽ പോയിട്ട് ബാബുവിനല്ല പണം കൊടുത്തത്, ബാബുവിന്റെ PS-നാണ് പണം കൊടുത്തത്. കൂടെ ആരാ ഉണ്ടായിരുന്നത്? 2 ആളുകളാ, ഒന്ന് റസീഫ്, 2 രാധാകൃഷ്ണൻ. റസീഫ് പറഞ്ഞത് എന്താണെന്നറിയോ? റസീഫ് പറഞ്ഞത് താഴോട്ട് പോയി, ബിജു രമേശ് താഴോട്ട് പോയി, കൂടെ ഒരാളുണ്ടായിരുന്നു, പോകുമ്പോൾ പെട്ടിയുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ പെട്ടിയില്ല. രാധാകൃഷ്ണൻ പറയുന്നതോ ഞാനും ബിജു സാറും കൂടെ പോയി അപ്പുറത്തെ PS-ന്റെ കയ്യിലാണ് പോയി പണം കൊടുത്തത്. ബിജു രമേശ് പറയുന്നത് വേറെ സ്റ്റേറ്റ്മെന്റ്. താങ്കൾക്ക് കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി വ്യക്തമാക്കാവുന്നതായിരിക്കും എന്റെ ചോദ്യം. അതായത് ഇത്രക്ക് എളുപ്പമാണ്, സ്വയം റദ്ദാക്കുന്ന സംഗതിയാണ് ഇതിനുണ്ടായിരുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ നിലനിൽക്കാത്ത സംഗതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശ്രീ കെ എം മാണിയുടെ കാര്യത്തിൽ സ്വീകരിച്ചതുപോലെ നേരെ അതിൻ്റെ വഴിയിലൂടെ, നേരായ വഴിയിലൂടെ ആദ്യം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുക എന്നതിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ? എന്ന് വെച്ചാൽ കെ ബാബുവിന് വേണ്ടി ഇല്ലാത്തൊരു പരിശോധന വിജിലൻസ് നടത്തിയത് എന്തിനാണ്? നിലനിൽക്കാത്തൊരു പരിശോധന, ഒരു നിയമാടിസ്ഥാനമില്ലാത്ത പരിശോധന നിങ്ങൾ നടത്തിയത് എന്തിനാണ്? ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ, കെ എം മാണിയുടെ കാര്യത്തിൽ നടത്തിയ പോലെ നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും തള്ളിപ്പോവുകയും ചെയ്യുമായിരുന്നില്ലേ? എന്തിനാണ് ആദ്യം ഈ ഇല്ലാത്ത പരിശോധനയിലേക്ക് പോയത്? എന്തിനായിരുന്നു നിങ്ങൾ ഭയന്നത്? ഒന്ന്, വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി വിധികൾ, അത് ലളിതകുമാരി കേസാണെങ്കിലും സിറാജുദ്ദീൻ കേസാണെങ്കിലും ആ കേസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരാരോപണം ഉണ്ടാകുമ്പോൾ പബ്ലിക് സർവൻസിനെതിരായിട്ട് ആരോപണങ്ങൾ ഉണ്ടാകും. ആരോപണം ഉണ്ടാകുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് FIR ഇടുകയല്ല ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം അവിടെ എൻക്വയറി നടക്കണം. ആ എൻക്വയറി നടന്നിട്ട് ആ എൻക്വയറിയിൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന എവിഡൻസുകൾ വളരെ കൃത്യവും ഉപോത്ബലവുമാണെങ്കിൽ മാത്രമേ മറ്റുള്ളതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇവിടെ വളരെ കൃത്യമാണല്ലോ. കെ ബാബുവിന്റെ കേസിൽ ഡേറ്റ് ഇല്ല, പറയുന്ന മാസം വ്യത്യാസം എന്ന് 2 ആളുകൾ തന്നെ പറയുന്ന വ്യത്യാസം, ഇവിടെ ഓരോ രീതിയിൽ പറയുന്ന വ്യത്യാസം, 164 വ്യത്യാസം, വിജിലൻസിന് കൊടുക്കുന്ന മൊഴിയിൽ വ്യത്യാസം, മറ്റുള്ളതായിരിക്കുന്ന സാക്ഷി മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ ആയിരുന്നില്ലേ സ്ഥാപിക്കപ്പെടേണ്ടത്? ഇല്ലാത്തൊരു അന്വേഷണം എന്തിനു നടത്തി? അതിന് മറുപടി ഞാൻ പറയാം. അതിന് മറുപടി സനീഷ് അതിന് മറുപടി. ഒന്ന്, ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ, പ്രിലിമിനറി എൻക്വയറി എന്നുള്ളതായിരിക്കുന്ന ഒരു എൻക്വയറി ഡിഫറൻസ് വിജിലൻസിന്റെ മുമ്പിലില്ല, കോടതിയുടെ മുമ്പിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ്. ഒരു വിഷയം വരുന്ന സന്ദർഭത്തിൽ എൻക്വയറി നടക്കണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളതായിരിക്കുന്ന സുപ്രീം കോടതിയുടെ തീരുമാനം. QV എന്നുള്ളത് നമ്മുടെ വിജിലൻസിന്റെ ആന്തരികമായി ഉപയോഗിക്കുന്ന ഒരു ടേം മാത്രമാണ്. ഇന്നർ പ്രൊസീജിയറാണ് കേരളത്തിലെ വിജിലൻസിന്റെ ഇൻഹൗസ് പ്രൊസീജിയറിന്റെ ഭാഗം മാത്രമാണ് QV എന്നുള്ളത്. അത് വിജിലൻസിന്റെ സുപ്രീം കോടതിയുടെ വിധിയിലോ മറ്റുള്ള രീതിയിലോ ഉപയോഗിക്കുന്ന പദമല്ല. എൻക്വയറി നടന്നിരിക്കണം. അത് പ്രിലിമിനറി എൻക്വയറി ആകാം, ക്വിക്ക് വെരിഫിക്കേഷൻ ആകാം, മറ്റ് എൻക്വയറി ആകാം. അങ്ങനെ എൻക്വയറി എന്നുള്ളതായിരിക്കുന്ന പദം മാത്രമേ ഉള്ളൂ. ശ്രീ ടി സിദ്ദിഖ്, ആ ആനുകൂല്യം എന്തുകൊണ്ടാണ് കെ എം മാണിക്ക് നൽകാതിരുന്നത്? ഇരട്ട നീതി എന്തുകൊണ്ട് നടപ്പാക്കി?
ഒരു ഇരട്ട നീതിയില്ലല്ലോ. മാണി സാറുടെ ജഡ്ജ്മെന്റിൽ ബഹുമാനപ്പെട്ട ഇല്ലിക്കാടൻ ജഡ്ജ് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിലെ 32ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരൊറ്റ സാക്ഷി പോലും മാണി സാറിനെതിരായിട്ട് ഒരു എവിഡൻസ് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു എന്താ CD പരിശോധിക്കണം, ചില കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതിന്റെ അനുബന്ധമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഈ കേസ് നിലനിൽക്കുന്നതല്ല. ഇത് ബിജു രമേശ് എന്ന് പറയുന്നതിന് 9 ബാർ നടത്തുന്നവനാണ്. അവന്റെ പണി പോയപ്പോ അവൻ ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന എമൗണ്ട് 20 ലക്ഷം. ഞാൻ ഇവിടെ റിയാസിനോടൊരു കാര്യം ചോദിക്കുന്നു. ഞങ്ങൾ ഈ അബ്കാരി പോളിസി പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾ സ്വാഗതം ചെയ്തു, ഇപ്പം നിങ്ങൾ അതിനെ എതിർക്കുന്നു. സുപ്രീം കോടതി ഈ അബ്കാരി പോളിസി അപ്പീൽ ചെയ്തു. നിങ്ങളുടെ നയം? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒന്ന് നയം പറയണല്ലോ. ശ്രീ മുഹമ്മദ് റിയാസ്, ഒടുവിൽ അദ്ദേഹം ചോദിച്ചതിന് മറുപടി നൽകി. ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോകേണ്ട. അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ, ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഇതിന് നിയമപരമായൊന്നും നിലനിൽപ്പില്ല എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് വന്നാൽ മതി. താങ്കളുടെ അഭിപ്രായം? മറ്റതിലേക്ക് പോയാൽ അദ്ദേഹം വിചാരിക്കുന്നത് ഈ വിഷയത്തെ വഴിമാറ്റി വിടാമെന്നാണെന്ന് തോന്നുന്നു. അതിലേക്ക് പോകേണ്ടതില്ല. അല്ല, അതിലേക്ക് പോകേണ്ടതില്ല. അത് കേരളീയ സമൂഹത്തിന് അറിയുകയും ചെയ്യാം. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ താല്പര്യം എന്താ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. സനീഷയിലെ പ്രധാനപ്പെട്ട പ്രശ്നം സിദ്ദീഖ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ശ്രീ KM മാണി സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു? ഈ ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അതിന് ഉത്തരം കേട്ടോട്ടെ ആദ്യം. ഒന്ന്, മാണി സാർ രാജിവെച്ചത് കോടതിയുടെ ഒരൊറ്റ പരാമർശമാണ്. ആ പരാമർശം നമ്മൾ ചർച്ച ചെയ്തതാണ്. മന്ത്രിയായി തുടരുന്ന സന്ദർഭത്തില് അന്വേഷണം നടക്കുന്ന സന്ദർഭത്തില് ഇങ്ങനെ തുടരുന്നത് ശരിയാണോ എന്ന് ആന്തരികമായി അർത്ഥം വരുന്ന രീതിയിൽ ഒരു ഫ്രേസ് പറഞ്ഞു. അവസരം കോടതിക്ക് നൽകണമല്ലോ. ആ ഫ്രേസ് പറയാനുള്ള അവസരം കോടതിക്ക് ലഭിക്കണമല്ലോ. ആ കോടതിക്ക് അവസരം ലഭിക്കണമെങ്കിൽ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ, അന്വേഷണം, FIR സമർപ്പണം, റിപ്പോർട്ട് സമർപ്പണം, ഇതൊക്കെ കഴിഞ്ഞ് ഈ പ്രോസസ്സിലൂടെ പോയാലേ ഇങ്ങനൊരു അഭിപ്രായം നടത്താൻ കെ ബാബുവിന്റെ കാര്യത്തിലാണെങ്കിലും പറ്റുകയുള്ളൂ. KM മാണി അതിനങ്ങ് വിട്ടുകൊടുത്ത് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയിരുത്തി കെ ബാബുവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ല, സനീഷ് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. സനീഷിനോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഓരോ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കുമെതിരെ ഇങ്ങനെ പണി പോയവനും സ്വകാര്യ അജണ്ടയുള്ളതായിരിക്കുന്ന ആളുകളും ഒക്കെ കോൺസ്പിറസി നടത്തി ആരോപണം ഉന്നയിച്ചാൽ നേരിട്ട് അങ്ങ് FIR ഇല്ല. പിന്നെ ഇവിടെ കോടതിയുണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. ലളിതാകുമാരി കേസിലെ വിധിയുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഈ മട്ടിലൊക്കെ പോകേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇതൊന്നും ഞങ്ങൾ അങ്ങ് തട്ടി മാറ്റിക്കോളാം എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. മന്ത്രിമാരാണെങ്കിൽ നിങ്ങളുടെ മേൽ അമിത ഉത്തരവാദിത്വം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ലളിതാകുമാരി കേസിലെ വിധിയൊക്കെ അതിനുള്ളതാണ്. ഒറ്റ ചോദ്യം സനീഷോട് ഒറ്റ ചോദ്യം. സനീഷ് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യം, ബാബു 50 ലക്ഷം വാങ്ങി എന്ന് 164 പറഞ്ഞിട്ടില്ല, ബാബുവിന് നേരിട്ട് പണം കൊടുത്തു എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു, എന്താണ് ഈ പണം കൊടുത്തത്? ഒന്ന് പറഞ്ഞേ. കേരളത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ബാബുവിന് വേട്ടയാടുന്നതിന്റെ കാര്യം എന്താ? ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരാണ് ബാബു? 712 ബാറുകൾ പൂട്ടിയാള്, 78 ബീവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയാള്, മദ്യം വാങ്ങുന്നവന്റെ പ്രായം 18-ൽ നിന്ന് 21 എനിക്ക് വ്യക്തമാണ്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാൻ ശ്രീ ടി സിദ്ദീഖ്. പക്ഷേ ഒരു കാര്യം പറയേണ്ട, 164 സ്റ്റേറ്റ്മെന്റിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. 164 സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ബാബുവിന് പണം നൽകിയതായി പറയുന്നുണ്ട്. പലരിൽ നിന്നായി പിരിച്ച തുക ബാബുവിന് കൊണ്ടുവന്ന് നൽകിയിട്ടുള്ളത് 164 സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. ശ്രീ ടി സിദ്ദീഖ്, കാര്യങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുപോകേണ്ട. ഞാൻ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരാം. ഇടവേള. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ, ഇപ്പോഴും കെ ബാബു സുരക്ഷിതമായ നിലയിലാണെന്നാണ് ടി സിദ്ദീഖ് വാദിക്കുന്നത്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി വരാനിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ കോടതിയുടെ പരാമർശങ്ങൾ വല്ലതും വന്നാൽ ഇനിയൊരു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് നിലക്കാണ് തീരുമാനമെടുക്കേണ്ടി വരിക എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ശ്രീ ആന്റണി രാജു. ഈ ഇപ്പോൾ സുരക്ഷിതമായ നിലയിലാണ് എന്നത് നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ വസ്തുതാപരമാണോ? ഇവിടെ ടി സിദ്ദീഖ് ഇതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാബുവിനോടും പരാതിക്കാരനായ ബിജു രമേശിനോടും മറ്റു സാക്ഷികളോടുമൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനോ മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോ ഈ കേസിലെ വാദിയോ പ്രതിയോ സാക്ഷികളോ അല്ല
എന്ന് ആദ്യമായിട്ട് സിദ്ദിഖ് മനസ്സിലാക്കണം. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അദ്ദേഹം ചോദിക്കുന്നത് 50 ലക്ഷം രൂപ കൊടുത്ത കണ്ടോ, ചോദിച്ചോ, ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ അതല്ല. നിയമപരമായ നടപടികൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ആ പ്രശ്നത്തിലാണ് കോടതികൾ, വിജിലൻസ് കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും മറ്റേ അതിന് കേസ് കൊടുത്ത വക്കീലന്മാരാണ് ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ബാബു കുറ്റക്കാരനാണെന്ന് തെളിവുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതെൻ്റെ വിഷയവുമല്ല. ഇവിടെ ബാബുവിനെതിരായ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നിയമം അനുശാസിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല. അങ്ങനെ ചെയ്താൽ അതിൻ്റെ കുഴപ്പം മുഖ്യമന്ത്രിയിൽ വരെ എത്തും, മന്ത്രിസഭയ്ക്ക് പതനമുണ്ടാകും എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം വിജിലൻസിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നു എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. അല്ലാതെ വേറെ തരത്തിലല്ല, വെറുതെ വ്യാഖ്യാനം ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാബുവിന് നാളെ അപകടം വരുമോ ഇപ്പോൾ അപകടം വരുമോ എന്നുള്ളതും പ്രസക്തമല്ല. കാരണം ഇവിടെ കോടതികൾ, സുപ്രീം കോടതി വരെയുണ്ട്. മന്ത്രി മാണി സാറിന് ഒരു അബദ്ധം പറ്റി രാജിവെച്ചു എന്ന് വെച്ച് ബാബു ചിലപ്പോൾ രാജിവെച്ചുകൊള്ളണം നിർബന്ധമില്ല. മാണി സാർ നീതിബോധത്തോടു കൂടി അന്വേഷണം നടക്കുമ്പോൾ സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന് കോടതി പറഞ്ഞ പരാമർശത്തിൽ വിനയം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. ഇന്ന് തിരിച്ചു പറയുന്നത് കേട്ടു അതൊന്ന് മാറ്റിക്കിട്ടാൻ സുപ്രീം കോടതി പോകുന്നുണ്ടെന്ന്. വളരെ കാര്യം. അതൊക്കെ പോട്ടെ, അത് സത്യത്തിൽ ഒരു നിയമ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അതൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഈ കാര്യത്തിൽ, അഴിമതി അന്വേഷണ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായം, പരിപാടി, പ്രോഗ്രാമൊക്കെ നിയമത്തിന് വിരുദ്ധമാണ്. എങ്ങനെയെങ്കിലും പ്രതികളെ രക്ഷിക്കാനുള്ളൊരു വ്യഗ്രത അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ വ്യഗ്രത കാണിക്കുന്നതിനായിട്ട് നിരവധി സുപ്രീം കോടതി വിധികളും ഇനിയിപ്പം വരാനിരിക്കുന്ന വിധികളൊക്കെ ഉണ്ടാവും. നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പ്രാഥമികമായി നിയമത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടിടത്ത് വിജിലൻസിൻ്റെ ആദ്യ പരിശോധന അതായിരിക്കെ അത് നടത്താതെ പ്രാഥമികമായ മറ്റൊരു അന്വേഷണം നടത്തുക എന്നത്, അത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്നതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോഴാണ് കോടതിയുടെ ചോദ്യം പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നത്. ശ്രീ ടി സിദ്ദിഖ് വാദിക്കുന്നത് പോലെ തന്നെ സാത്വികമായി തന്നെ അങ്ങേയറ്റം പാവം നിറഞ്ഞ ശബ്ദത്തിലാണ് ചോദിക്കുന്നതെന്ന് കരുതുക. അത് അങ്ങനെ കണ്ടാൽ മതി. പാവത്തം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ആക്ഷേപമായിട്ടല്ലാതെ അദ്ദേഹം പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടിയെടുത്തു എന്ന് കോടതി ചോദിക്കുന്നു. 6 മാസത്തിന് ശേഷവും തുടർ നടപടി എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉന്നയിക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങളും താങ്കൾ പറയുന്നതുപോലെ നിയമവിരുദ്ധമായ വഴിയിലൂടെ വിജിലൻസിനെ കൊണ്ടുപോകുന്ന സംഗതിയോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ അതിഗുരുതരമായ ആക്ഷേപമായി മാറുന്നില്ലേ സർക്കാരിനെതിരെയുള്ള? ശരിയാണത്. കാരണം ആ തരത്തിൽ ഇതായത് സിദ്ദിഖ് പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കാം. കാരണം ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പേരിട്ടാലും പ്രിലിമിനറി എൻക്വയറി എന്ന് പേരിട്ടാലും വെറുതെ എൻക്വയറി എന്ന് പറഞ്ഞാലും പ്രാരംഭമായിട്ട് കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഒരു അന്വേഷണമാണ്. ഇതിനകത്ത് കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് എന്നുള്ളതിന് വാഴൂർപ്പടി വരെ പോകണ്ട. ഈ പരാതി എടുത്ത് വായിച്ചാൽ മതി. അതുണ്ടോ എന്ന് സാധാരണഗതിയിൽ നോക്കാൻ പരാതി മൊത്തം സത്യമാണ് എങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമാണ് കോഗ്നൈസബിൾ ഒഫൻസിന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി ചോദ്യം ഈ ബാബു ചോദിച്ചിട്ടാണോ കൊടുത്തത്, എത്ര കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, ആരെല്ലാം കണ്ടു. അതുപോലെ തന്നെ തിരിച്ച് ബാബുവിനോട് ചോദിക്കണം, എത്ര കിട്ടി, കൊണ്ട് തന്നോ, എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, സ്ഥലം അന്വേഷിക്കണം. സാധാരണഗതി ഇങ്ങനെ ആരോപണം വന്നാൽ അപ്പോൾ തന്നെ ഈ പണം ഇരിക്കാൻ സാധ്യതയുള്ള, ഈ പണത്തിൻ്റെ കണക്ക് വെക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് റെക്കോർഡുകളും പണവും ഒക്കെ റിക്കവർ ചെയ്ത് എടുക്കുക ചെയ്യേണ്ടത്. അന്വേഷണം നടത്തണം. അതൊന്നും ചെയ്യാതെ വെറുതെ പ്രിലിമിനറി എൻക്വയറി പ്രഹസനമൊക്കെ നടത്തി അതിന് റിപ്പോർട്ട് കോടതിയിലും കൊടുക്കില്ല. ഹൈക്കോടതിയിൽ ആളുകൾ അന്വേഷണത്തിൽ ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്നതിന് എന്താ തെറ്റ്? കോടതി ചോദിച്ചത് വലിയ അപരാധമായിട്ട് ആരും കണക്കാക്കണ്ട. ഇനി കോടതി ചോദിച്ചതിൻ്റെ പേരിൽ ബാബുവിനെ കുറ്റം തെളിഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ താങ്കളിലേക്ക്. ശ്രീ ആന്റണി രാജു, 164 സ്റ്റേറ്റ്മെന്റിൽ കെ ബാബുവിന് പണം കൊടുത്തതായി അങ്ങനെ ഒരു പരാമർശമേ ഇല്ല എന്നത് തെറ്റാണ്. അത് ശ്രീ ടി സിദ്ദിഖും അല്പസമയത്തിന് ശേഷം അത് ഏത് നിലക്കാണെന്ന് വായിച്ചു തരും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 164 സ്റ്റേറ്റ്മെന്റിലും ബാബുവിന് പണം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. മാണിക്കെതിരായി പറയുന്നത്രയ്ക്ക് ശക്തമായിട്ടല്ലെങ്കിലും ആ കാര്യം പറയുന്നുണ്ട്. അതുതന്നെ മതിയായിരുന്നു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താനുള്ള മതിയായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടത്തിയിട്ടില്ല. ഇത് അദ്ദേഹത്തിന് അനുകൂലമായി കെ മാണിക്ക് കിട്ടാത്ത വിധമുള്ള ഒരു പരിരക്ഷയ്ക്കുള്ള ശ്രമം സർക്കാർ അദ്ദേഹത്തിന് നടത്തിക്കൊടുത്തു എന്നതിനുള്ള തെളിവല്ലേ? സനീഷ്,
യഥാർത്ഥത്തിൽ ഈ 164 സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാബുവിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം. എന്ന് വെച്ചാൽ ഈ 30 പേജ് അടങ്ങുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിൽ 17 മുതൽ 22 വരെയുള്ള 6 പേജുകളിൽ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയം ശ്രീ ബിജു രമേശ് പറയുമ്പോഴും ബിജു രമേശ് ഇപ്പോൾ ഈ ഹർജിയിൽ ബാബുവിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപമല്ല 164-ലുള്ളത്. ആ 164 ഒരിടത്ത് പോലും ബാബുവിന് ബിജു രമേശ് കൊണ്ടുപോയി 50 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് 10 കോടി രൂപ അസോസിയേഷൻ പിരിച്ചു. രാജ്കുമാർ ഉണ്ണിയും പിന്നെ ധനുഷും പിന്നെ കൃഷ്ണദാസും കൂടി ഈ 10 കോടി രൂപ ബാബു പറഞ്ഞ് ആർക്കൊക്കെയോ കൊണ്ട് കൊടുത്തു എന്ന് അവർ കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് ശ്രീ ബിജു രമേശ് പറയുകയും ഈ രാജേന്ദ്രൻ ഉണ്ണിയും ധനുഷും പിന്നെ കൃഷ്ണദാസും ഞങ്ങൾ അങ്ങനെ ബാബുവിനെ കാണുകയോ ബാബു പറഞ്ഞ ആൾക്ക് പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മൊഴി കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാം, നിയമത്തിന്റെ മുമ്പിൽ ഏറ്റവും സാങ്ക്ടിറ്റി ഉണ്ട് എന്ന് പറയുന്നത് 164 സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ തന്നെ അത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീ ആന്റണി രാജു. എന്റെ സംശയം അത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ 164 സ്റ്റേറ്റ്മെന്റിനകത്ത് ബാബുവിന് വേണ്ടി കൂടെ ഞങ്ങൾ 10 കോടി പിരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ സാഹചര്യം എന്തായിരുന്നു? അദ്ദേഹം KM മാണിക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന്റെ മുനകൂർപ്പിച്ച് വെച്ചിരുന്നത് 164 സ്റ്റേറ്റ്മെന്റിൽ ആണല്ലോ. KM മാണിയായിരുന്നു ഈ ആരോപണ വിധേയന്റെ ആരോപണം ഉന്നയിക്കുന്ന ബിജു രമേശിന്റെ പ്രാഥമികമായ ലക്ഷ്യം. KM മാണിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റിൽ കെ ബാബുവിനെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറയണം എന്നത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്, അദ്ദേഹം അത് ചെയ്യണമെന്നില്ല. പക്ഷേ ഇപ്പോൾ അതേ ബിജു രമേശ് എന്താണ് പറയുന്നത്? ബാബുവിന് പണം കൊടുത്തിട്ടുണ്ട്, 50 ലക്ഷം രൂപ ഞാനാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് അന്വേഷണം നടത്തി പോലീസ് ചെന്ന് ചോദിച്ചാലാണല്ലോ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാനാവുക. അപ്പോൾ അതിലേക്ക് പോകാതെ വണ്ണം നേരത്തെ ഇല്ലാത്തൊരു അന്വേഷണം ഉണ്ടാക്കി പിടിച്ചു നിർത്തുക, ഈ കേസിനെ അന്വേഷണത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നത് ചെയ്തതിലൂടെ ഇരട്ട നീതി, രാജ്യത്തെ ജനങ്ങളോടുള്ള അനീതി, നിയമവ്യവസ്ഥയെ പുച്ഛിക്കൽ എന്നിവയൊക്കെ ഉണ്ടായിട്ടില്ലേ ശ്രീ ആന്റണി രാജു? സനീഷ്, അത് പറയുന്നത് ശരിയല്ല. കാരണം ഇവിടെ ബിജു രമേശ് ഈ 164 സ്റ്റേറ്റ്മെന്റിൽ ഒരിടത്തും ബാബുവിനുമായിട്ടുള്ള ട്രാൻസാക്ഷനെ 5 പേജിൽ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുമ്പോഴും ഈ പുറത്ത് ഇന്ന് കോടതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ 50 ലക്ഷം രൂപ ബാബുവിന് കൊടുത്തുവെന്നോ അദ്ദേഹത്തിനോട് സാക്ഷി ഉണ്ടായിരുന്നോ പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തു അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല. ശ്രീ ആന്റണി രാജു, അവിടെ ഒരു പ്രശ്നമുള്ളത് അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം KM മാണിയായിരുന്നു. അത് നമ്മൾ കാണണ്ടേ? അതിനെ ഈ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്നത് എങ്ങനെയാണ് താങ്കൾ? അന്നത്തെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അന്നത്തെ ലക്ഷ്യം 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴുള്ള ലക്ഷ്യം KM മാണിയായിരുന്നു. അപ്പോൾ കെ ബാബുവിനെതിരെ കൂടെ കൃത്യമായി മുഴുവൻ വിവരങ്ങളും കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാമെന്നല്ലാതെ അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ചോദ്യങ്ങൾ പോലീസാണ് ചോദിക്കേണ്ടത്. അത് ചോദിക്കാനുള്ള അവസരം അടച്ചു കളഞ്ഞു എന്നതല്ലേ വസ്തുത ശ്രീ ആന്റണി രാജു? സനീഷ്, അങ്ങനെയല്ല, എന്നെ പറയാൻ അനുവദിക്കണം. അങ്ങനെയല്ല സനീഷ്, അതായത് 10 കോടി രൂപ പിരിച്ചുവെന്ന് ഭാരവാഹികൾ പറയുകയും ഈ 3 സംസ്ഥാന ഭാരവാഹികൾ കെ ബാബുവിൻ്റെ പറഞ്ഞ ആളുകൾ കൊണ്ട് കൊടുത്തുവെന്ന് ബിജു രമേശ് പറയുകയും ചെയ്തപ്പോൾ ഈ 3 പേരും നിഷേധിക്കുകയാണ്. ആ ബിജു രമേശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ബിജു രമേശ് ഒരിടത്തും ബിജു രമേശ് കൊണ്ടുപോയി 50 ലക്ഷം രൂപ ബാബുവിന് കൊടുത്തുവെന്ന് ഈ 164-ൽ പറയുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ശ്രീ ആന്റണി രാജു, ഒരു തവണ കൂടെ, അതായത് ബാർ ഉടമകൾ ശരിയാണ്, അദ്ദേഹം പറയുന്ന ബാർ ഉടമകൾ അത് നിഷേധിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് നിഷേധിക്കുമ്പോൾ ഈ ബാർ ഉടമകൾക്ക് മുന്നിൽ എന്നെങ്കിലും ഈ ബാർ തുറന്നേക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി കുഴപ്പമുണ്ടാക്കേണ്ടതില്ല, ഇവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊരു കാരണം കൊണ്ട് അവർ കള്ളം പറഞ്ഞതായിരിക്കാനും മതിയല്ലോ. ഇപ്പോൾ പക്ഷേ സാഹചര്യം അതല്ല. എലഗൻസ് ബിനോയ് പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. ഇപ്പോൾ സാഹചര്യം അതല്ല. ഇനി അങ്ങോട്ട് അന്വേഷണം നടന്നാൽ ഇനിയൊന്നും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ബാർ ഉടമകൾ ഇനി അങ്ങോട്ട് സത്യം വിളിച്ച് പറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് നേരത്തെയുള്ള കാര്യങ്ങൾ അവർ തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അന്വേഷണം നടക്കണം. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്, ശരി തന്നെ. ആ അന്വേഷണത്തെ ഭയന്ന് എന്നെങ്കിലും ഇവർ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് തടയുകയായിരുന്നില്ലേ ഇവർ? തടയുകയല്ലേ ചെയ്തത്? അതല്ലേ KM മാണിക്കെതിരെ QVക്ക് ഉത്തരവിടുകയും അത് ചെയ്യാതെ ഇല്ലാത്ത ഒരു അന്വേഷണത്തിന്റെ പ്രഹസനം നടത്തി ബാബുവിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത് ഈ സാഹചര്യങ്ങൾ മുന്നിലുള്ളത് കൊണ്ടല്ലേ ശ്രീ ആന്റണി രാജു?
അത് സനീഷ്, നമുക്ക് ബാബുവിനെതിരെയുള്ള ആർഗ്യുമെന്റ് പറയുന്നവർക്ക് അത്ര ഒരു സനീഷിന്റെ വാദം ഉന്നയിക്കാം. പക്ഷേ സനീഷ് ഇത് ആങ്കർ ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. ഇത് മറുഭാഗത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ബിജു രമേശിന് എന്തുകൊണ്ട് അദ്ദേഹം 50 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നുള്ള അതാണല്ലോ അദ്ദേഹം ആദ്യം 164 പറയേണ്ടിയിരുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? മറ്റുള്ളവർ കൊടുത്തു എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത കാര്യം എന്തുകൊണ്ട് കോടതിയിൽ അന്ന് പറഞ്ഞില്ല? അപ്പോൾ അവിടെയൊക്കെയാണ് പരസ്പര വിരുദ്ധമായ മൊഴികൾ വരുന്നത്. ആ മൊഴികൾ കൊണ്ടാണ് ബാബുവിനെതിരെ ഒരു FIR കേസ് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കൾക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ വാദങ്ങൾ. അല്ല, ഇതിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വന്നിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞോട്ടെ, ഈ സിദ്ദീഖ് പറയുന്നത് പോലെ അത് കേവലം ക്വിക്ക് വെരിഫിക്കേഷനും പ്രാഥമിക അന്വേഷണവും അത് ഒക്കെ ഒരുപോലെയാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായി കോടതിക്ക് മുമ്പാകെ എത്തിക്കേണ്ട അന്വേഷണ റിപ്പോർട്ട് എത്തിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ എത്തിച്ചാലേ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ കോടതി ഒരു നിലപാടെടുത്താൽ നേരത്തെ ശ്രീ KM മാണിക്ക് വന്നതുപോലുള്ള പരാമർശം ശ്രീ ബാബുവിൻ്റെ നേരെ വന്നാൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നുള്ളതിന് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് ഒരു വ്യക്തിപരമായ ധാർമ്മികതയുടെ പ്രശ്നമായി എടുക്കേണ്ട തീരുമാനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ച ഒരു നേതാവിൻ്റെ പ്രസ്താവനയാണ്. ഇത്തരം വിഷയങ്ങളിലെ പരാമർശം കലക്റ്റീവായി, ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കലക്റ്റീവായിട്ടാണ്. അങ്ങനെ സ്വാഭാവികമായും അത് ബാബുവിൻ്റെ രാജിയിലെത്തും. അത് ബാബുവിൻ്റെ രാജിയിലെത്തിയാൽ അവിടെ കൊണ്ട് ഈ വിഷയം തീരാൻ വേണ്ടി പോകുന്നില്ല. തൊട്ടടുത്ത് നേരത്തെ എലഗൻസ് ബിനോയിൻ്റെ ഫോൺ സംഭാഷണത്തിൻ്റെ വിഷയം ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ബാബു കഴിഞ്ഞാൽ സ്റ്റേജ് നമ്പർ 1 KM മാണി, സ്റ്റേജ് നമ്പർ 2 ബാബു, സ്റ്റേജ് നമ്പർ 3 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ആകുമെന്നുള്ള ഭയമാണ് സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ ഇത്ര ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കാരണം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ടി സിദ്ദീഖ്, താങ്കൾക്ക് പറയാം. ഒന്ന്, ഈ ചർച്ച ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു മന്ത്രിയെ, മദ്യലോബിക്കെതിരായി, പവർഫുള്ളായ മദ്യലോബിക്കെതിരെ പ്രവർത്തിച്ച ഒരു മന്ത്രിയെ അപമാനിതനാക്കാനും രാജിവെപ്പിക്കാനും ഈ ഗവൺമെന്റിനെ തകർക്കാനുമുള്ളതായിരിക്കുന്ന മദ്യലോബികളുടെയും പ്രതിപക്ഷത്തിന്റെയും കൂട്ടായ ഗൂഢാലോചന കേരളത്തിൽ നടന്നു. ആ ഗൂഢാലോചനയുടെ ബഹിർസ്ഫുരണമാണല്ലോ 2015 മാർച്ച് മാസം 10-ാം തീയതി ഇതേ ബിജു രമേശ് എറണാകുളത്ത് ഗോകുലം പാർക്കിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ പ്രതിപക്ഷ നേതൃത്വത്തിലെ കോടിയേരി അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ബാറുകൾ തുറക്കാനുള്ള സൗകര്യം, വിദേശ മദ്യം വിൽക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു തരാം, മറ്റുള്ള ആളുകൾക്കെതിരെയും നിങ്ങൾ ആരോപണം ഉന്നയിക്കണം. ആ ആരോപണമാണ് ബിജു രമേശ് ഇവിടെ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ചോദിച്ച ഒരു ചോദ്യം, കോടതിയിൽ ഈ റിപ്പോർട്ട് നൽകേണ്ടതില്ല. കാരണം എന്താ? വിജിലൻസ് മാനുവൽ അനുസരിച്ച് നൽകേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, ബാബുവിനെതിരെ ഒരു കേസും ഇന്ന് കോടതിയിൽ നിലവിലില്ല. അതുകൊണ്ട് QV വന്നിട്ട് QVന്റെ റിപ്പോർട്ട് കൊടുക്കണം. അതുവരെ ഇത് നിലവിലില്ല. QV വന്നതുകൊണ്ട് QVയുടെ റിപ്പോർട്ട് കൊടുക്കണം. തർക്കമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ബാബുവിനെതിരെ കേസെടുക്കുക? ബാബുവിനെതിരായിട്ട് പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യം, ഡേറ്റ് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. 164 വേറെ സ്റ്റേറ്റ്മെന്റ്. ഈ ബാർ ഉടമകളുടെ മൊഴി എടുത്തപ്പോ ബാബുവിന് പണം കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചു എന്നും പറഞ്ഞിട്ടില്ല, ബാബുവിന് പണം കൊടുത്തു എന്ന് ഈ ഉടമകളും പറഞ്ഞിട്ടില്ല. പിന്നെ വെറുതെ FIR ഇടുക. ഒരുത്തന് 9 ബാറിന്റെ മുതലാളി പണം തനിക്ക് ഒരു ദിവസം 15 ലക്ഷം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു മദ്യ മാഫിയക്കാരൻ തന്റെ പണി പോയപ്പോ ഈ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ ആ FIR ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പൊതുപ്രവർത്തകന്മാർക്ക് പണിയെടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. മാന്യനായ, സത്യസന്ധനായ, അഴിമതി വിരുദ്ധനായ, ജീവിതത്തിൽ മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത, ഒരു ഗവൺമെന്റും സ്വീകരിക്കാത്ത നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മന്ത്രിയാ ബാബു. ആ മന്ത്രിയെ ഞങ്ങൾ കണ്ണിൽ കരടാ, ഒരു തർക്കമില്ല. ഈ മദ്യലോബിയുടെ കണ്ണിൽ കരടാ. നിങ്ങൾ അനുകൂലമായി പറയുന്നതെല്ലാം പാവം KM മാണിക്ക് എതിരായി വരുന്നതാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. KM മാണി ഇതൊന്നും ആയിരുന്നില്ല. ഇതില് സനീഷേ, നിങ്ങൾ മാണിയെയും ബാബുവിനെയും രണ്ടുപേരെയും വ്യത്യസ്തമായ വഴികളിലേക്ക് കൊണ്ടുപോകാൻ നോക്കണ്ട. ആന്റണി രാജു ഞങ്ങൾ സംസാരിച്ചല്ലോ, ഇല്ലിക്കാടന്റെ ജഡ്ജ്മെന്റിലെ പരാമർശം പവിത്രമായി രാഷ്ട്രീയ രംഗത്ത് തിരിച്ചു വരും. അതിന് ദിവസങ്ങളെ എടുക്കുള്ളൂ. നടക്കൂല. നിങ്ങൾ പറഞ്ഞല്ലോ FIR ഇടണം എന്ന് പറഞ്ഞല്ലോ, അതുപോലെയുള്ള പച്ചക്കള്ളമാണ് ഇവിടെ നടക്കുന്നത്. അത് വളരെ വ്യക്തമായ കാര്യം എന്തുകൊണ്ടാണ് ശ്രീ സിദ്ദീഖ് അറിയാനുള്ള താല്പര്യം കൊണ്ട് വേണ്ടി ഇവർ 5 കൊല്ലം ചെലവഴിച്ച തുക എത്രയെന്നറിയോ? 92 ലക്ഷം.
5 കൊല്ലേ മദ്യം കുടിക്കരുതെന്ന് പറയാൻ ഇടതുപക്ഷം ചെലവഴിച്ച തുക 92 ലക്ഷം. ഞങ്ങൾ ചെലവഴിച്ച എത്രയെന്ന് കേൾക്കണോ? 116 കോടിയാ ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കണേ. അതാണ് നിങ്ങളുടെ ഞങ്ങളുടെ വർജനം നമ്മളെ വ്യത്യാസം. മദ്യ മുതലാളിമാരെ മാഫിയുടെ കൂടെ നടന്ന് ഗവൺമെന്റ് അട്ടിമറിക്കാൻ നോക്കുക. വളരെ വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ്. ഞാൻ ഇടപെടുകയാണ്, സമയക്കുറവുണ്ട്. താങ്കൾക്ക് പറയാനുള്ള സമയം കൂടെ നൽകിയിട്ട് താങ്കൾ പറഞ്ഞ വാദങ്ങൾക്കുള്ള മറുവാദങ്ങൾ നേരത്തെ തന്നെ ആളുകൾ ഉന്നയിക്കുകകൂടി ചെയ്തുകൊണ്ടാണ് ഞാൻ അവരിലേക്ക് ഒന്നുകൂടെ പോകാത്തത്. എതിരെ ഉയർന്നത് കോഴ ആരോപണമാണ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടിയെടുത്തു, 6 മാസത്തിന് ശേഷം തുടർ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കോടതി. വരും ദിവസങ്ങൾ അതിൻ്റെ മറ്റു കാര്യങ്ങളുണ്ടാകും. ടി സിദ്ദിഖ് ഉന്നയിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഏത് നിലക്കൊക്കെയാണ് നിലനിൽക്കുക എന്നത് വരും ദിവസങ്ങൾ അറിയാം. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ആന്റണി രാജു, ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.